കൂട്ടുകാരെ എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നാളെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനം 3ാം ദിവസം അഥവാ ഇന്റഗ്രേഷൻ ഡേ 3 ആണ് എക്സാം വരുന്നത് അല്ലേ. അപ്പൊ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാർക്ക്? എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയോ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ എക്സാമിന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ മക്കളും ഇന്നത്തെ എക്സാമിന് മുഴുവൻ മാർക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ ഇനി നമുക്ക് നാളത്തെ എക്സാമിന് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാല്ലേ. എല്ലാ കൂട്ടുകാരും റെഡി അല്ലേ? എങ്കിൽ എന്ത് ചെയ്യുക, വേഗം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നാളത്തെ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കലണ്ടർ കണക്ക് എന്നുള്ളത് കേട്ടോ. ഇപ്പൊ നമ്മൾ എവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്തി നിൽക്കുന്നത്? ക്ഷണക്കത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ. എന്തിനായിരുന്നു ക്ഷണക്കത്ത് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വിളവെടുപ്പ് ഉത്സവമാണ് അല്ലേ, അതിന് ക്ഷണക്കത്ത് തയ്യാറാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് എന്ത് തരാം, ഒരു കലണ്ടർ തന്നിട്ട് നമുക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളടുത്ത് പറഞ്ഞത് ഇന്ന് ഏത് കലണ്ടർ ആയിരുന്നു? ഫെബ്രുവരി 8ാം തീയതിയാണ് വിളവെടുപ്പ് ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ചിലപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസത്തെ കലണ്ടർ തന്നെ തന്നുകൊണ്ട് അതിൽ 8 എന്ന് പറയുന്ന ഡേറ്റ് നോക്കിയിട്ട് ഏതാണ് ആ ദിവസം എന്ന് കണ്ടെത്താനായിട്ട് മക്കൾക്ക് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫെബ്രുവരി അല്ല, വേറെ ഏത് മാസത്തെ കലണ്ടർ ആയിക്കോട്ടെ, മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആ കലണ്ടർ നോക്കിയിട്ട് ഏതാണ് ദിവസം എന്നുള്ളത് പഠിക്കാനായിട്ട് ടീച്ചർ ഒരുപാട് ദിവസങ്ങളായിട്ട് പറയുന്നതാണ്. അപ്പം ഇനിയും പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും പഠിച്ചോളാം. നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ എക്സാമിന് അതൊരു പക്ഷേ യൂസ്ഫുൾ ആവാം. അപ്പം കലണ്ടർ നോക്കിയിട്ട് ഒരു ഡേറ്റ് പറഞ്ഞിട്ട് അത് ഏതാണ് ദിവസം എന്ന് ചോദിക്കുക. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വിട്ടുപോയ കളങ്ങൾ പൂർത്തീകരിക്കാനാണ്. എങ്ങനെയാ അത് വരാന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തരും. എന്നിട്ട് അതിലെ കുറച്ച് കളങ്ങൾ എന്തായി പോയിട്ടുണ്ടായിരിക്കും, മിസ്സായി പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആ വിട്ടുപോയിട്ടുള്ള കളങ്ങൾ പൂർത്തീകരിക്കാൻ എന്തായിരിക്കും ഒരു ക്വസ്റ്റ്യൻ മക്കളെടുത്ത് ചോദിക്കുക കേട്ടോ. അപ്പൊ അത് ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം 1-30 ആയിക്കോട്ടെ അല്ലെങ്കിൽ 31 വരെയൊക്കെ ആയാലും കൂട്ടുകാർക്ക് എണ്ണാനും എഴുതാനൊക്കെ അറിയുന്നതാണ് അല്ലേ. അപ്പം ആ കാര്യത്തിൽ മക്കൾ പേടിക്കേണ്ട. ആ ഒരു ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും തന്നെ കിട്ടും കേട്ടോ. പിന്നെ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർക്ക് വരുന്നത് പാറ്റേൺ എഴുതാനാണ്. കലണ്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു 2-3 പാറ്റേൺസ് എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പൊ അത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എടുത്ത് എഴുതേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യുക, അതും കൂടി മക്കളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പാചകക്കുറിപ്പ് എഴുതാനാണ്. അപ്പൊ പാചകക്കുറിപ്പ് എന്നൊന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും മക്കൾക്ക് ചോദിക്കില്ല. ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെത് എഴുതാനായിട്ട് പറയുള്ളൂ കേട്ടോ. നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ചെറിയൊരു വിഭവം എഴുതുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന രീതി ഒന്ന് മക്കള് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും കേട്ടോ. അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് തയ്യാറാക്കുന്ന വിധം എന്നുള്ള കാര്യം കൂടി മക്കളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കളൊന്ന് പഠിക്കുന്നുണ്ടത് ടീച്ചർ ഇന്നലെയും അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതായിരുന്നു വാഹനങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട്. വാഹനങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതായത് നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഇല്ലേ. അപ്പൊ വാഹനങ്ങളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ പേരുകളോ തന്നാൽ ഏതൊക്കെയാണ് നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നവയെന്നും ഏതൊക്കെയാണ് നമ്മൾ മറ്റാവശ്യങ്ങൾക്ക്, അതായത് ജോലി ചെയ്യാൻ പോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നും മക്കൾക്ക് കണ്ടെത്തി പറയാനായിട്ട് പറ്റില്ലേ. അപ്പം അത്തരത്തിലുള്ള ഒരു ചോദ്യം മക്കൾക്ക് വരും കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ? ബസ്, കാറ്, ജീപ്പ്, സ്കൂട്ടർ തുടങ്ങിയ വാഹനങ്ങളൊക്കെ എന്താണ് നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് അല്ലേ. ഇനി നമ്മൾ മറ്റാവശ്യങ്ങൾക്ക്, അതായത് ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ജോലി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ട്രാക്ടർ ഉണ്ട് അല്ലേ. പിന്നെ ഏതൊക്കെയാണ്? JCB നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജോലി ചെയ്യാനാണ് അല്ലേ. അതുപോലെ തന്നെ ഉന്തുവണ്ടിയൊക്കെ എന്താണ് മക്കളെ, നമ്മൾ ജോലി ചെയ്യാൻ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യം കൂടി, വാഹനങ്ങളുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ടീച്ചർ ഒരുപാട് ദിവസമായി അത് പഠിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ഒരുവിധം എല്ലാ കൂട്ടുകാരും അത് പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ആ കാര്യം കൂടി ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ ഗുണനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർ 2ന്റെയും 5ന്റെയും 10ന്റെയും ഗുണനം പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർക്ക് ചോദ്യം വരാം കേട്ടോ. ഒരു പക്ഷേ ഇങ്ങനെ ടേബിൾ ആയിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിറം നൽകാനുള്ള പ്രവർത്തനം. അത് എങ്ങനെയാണെന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഏതെങ്കിലും ഒരു ഗുണനക്രിയ തരും, എന്നിട്ട് എന്ത് പറയും, അതിനെ നമ്മൾക്കിപ്പോൾ 6 × 2
അതുപോലെ 5 ഗുണിക്കണം 5, പിന്നെ 3 ഗുണിക്കണം 10, ഇതേ രൂപത്തിൽ കുറച്ച് ഗുണനക്രിയകൾ തന്നിട്ട് ഇത് ചെയ്ത് കിട്ടുന്ന ഉത്തരം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് കളത്തിൽ നിറം നൽകാനായിട്ട് പറയും. അങ്ങനെ നമ്മൾ നിറം നൽകി വരുന്ന സമയത്ത് ഒളിച്ചിരിക്കുന്ന അത് ആരാണ് എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയില്ലേ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ടീച്ചർ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ചോദ്യം ഇങ്ങനെയോ വന്നോട്ടെ, മക്കൾ അവിടെ എന്താ പഠിക്കേണ്ടത്? 2ന്റെയും 5ന്റെയും 10ന്റെയും ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ ടീച്ചർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു നമ്മൾ എന്ത് ചെയ്യണം, ഒരു കടയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ കടയിൽ എന്തുണ്ട്? പമ്പരമുണ്ട്, ബലൂണുണ്ട്, തൊപ്പിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്ത് ചെയ്യാണ്, പമ്പരവും നമ്മൾ കുറേ എണ്ണം മേടിക്കുന്നുണ്ട്, ബലൂണും മേടിക്കുന്നുണ്ട്, തൊപ്പികളൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും വില നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നും എത്ര എണ്ണം വീതം വാങ്ങി എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിന് ആകെ എത്ര രൂപയായി എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ഇവിടെ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, പമ്പരത്തിന് എത്ര രൂപയാണ്? പമ്പരത്തിന് 5 രൂപയാണ് ഒന്നിന്റെ വില. അത്തരത്തിൽ എത്ര എണ്ണം നമ്മൾ മേടിച്ചു? 4 എണ്ണം മേടിച്ചു അല്ലേ. അപ്പം ആകെ എത്ര രൂപയായി എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? എന്ത് ചെയ്താൽ മതി? ഏത് ക്രിയ ചെയ്താൽ മതി മക്കളെ? 5 ഗുണിക്കണം 4 ചെയ്താൽ മതി അല്ലേ. 5 ഗുണിക്കണം 4 ചെയ്താൽ നമുക്ക് കിട്ടും. എത്ര മക്കളെ? 5 ഗുണിക്കണം 4 20 നമുക്കറിയാം അല്ലേ. അതായത് 5 4 പമ്പരം മേടിക്കാനായിട്ട് എത്ര രൂപയാകും? 20 രൂപയാകും അല്ലേ. അതേപോലെ നമ്മൾ എന്ത് കണ്ടെത്തണം? ബലൂൺ വാങ്ങാൻ എത്ര രൂപയായെന്നും തൊപ്പി വാങ്ങാനായിട്ട് എത്ര രൂപയായി എന്നുള്ള കാര്യവും മക്കൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം കേട്ടോ. അപ്പൊ നോക്കിക്കേടാ, ബലൂണിന് ഒന്നിന്റെ വില എത്രയാണ്? 10 രൂപയാണ് അല്ലേ. അത്തരത്തിൽ എത്ര എണ്ണം വാങ്ങി? 2 എണ്ണം വാങ്ങി. ഇനി അടുത്ത കുളത്തിൽ എന്താണ് മക്കൾ ചെയ്യേണ്ടത്? ഏത് ക്രിയയാണ് നിങ്ങൾ ചെയ്തത് ആ ക്രിയാരൂപമാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് എഴുതണം? അപ്പം 10 ഗുണിക്കണം 2 എന്ന് എഴുതണം അല്ലേ. അത് എത്രയാ മക്കളെ? 10 ഗുണിക്കണം 2 എത്രയാണ് ആൻസർ വരുന്നത്? 20 ആണ് ആൻസർ വരുന്നത് അല്ലേ. അടുത്ത നോക്കിക്കേ, തൊപ്പിയാണ് അല്ലേ. തൊപ്പിക്ക് എത്ര രൂപയാണ്? തൊപ്പിക്ക് 2 രൂപയാണ്. എത്ര എണ്ണാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്? 3 എണ്ണാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം ക്രിയ ഏതാണ് മക്കളെ? 2 ഗുണിക്കണം 3 മൊത്തം എത്രയാടാ? 6 എന്ന് വരൂ അല്ലേ. അപ്പം ഇതേ രീതിയിൽ 2ന്റെയും 5ന്റെയും 10ന്റെയും ഗുണനക്രിയകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എന്ത് ചെയ്യാം, ആ കാര്യം ഒന്ന് മക്കള് ശ്രദ്ധിച്ചു പോവാ കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പാറ്റേൺ പൂർത്തീകരിച്ച് എഴുതാനാണ്. പാറ്റേൺ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനം വരും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടീച്ചർ 2 പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, 2 6 10 എന്നുള്ള രീതിയിലാണ് പാറ്റേൺസ് പോകുന്നത് അല്ലേ. അപ്പൊ 2ൽ നിന്ന് ഈ 6ലോട്ട് എത്താൻ എത്രയാണ് മക്കള് നമ്മൾ ആഡ് ചെയ്യുന്നത്? 2ലേക്ക് 4 ചേർക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 6 കിട്ടുന്നത് അല്ലേ. 6ന്ന് വീണ്ടും 4 ചേർക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 10 എന്ന് കിട്ടുന്നത്. അപ്പൊ അടുത്ത സംഖ്യ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? 10ലോട്ട് വീണ്ടും നമ്മൾ 4 ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ എത്ര കിട്ടും? 14. അടുത്തത് ഏത് കിട്ടും? 18 എന്ന് കിട്ടും അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പാറ്റേൺ നോക്കിയേ മക്കളെ, 10 15 20 അല്ലേ. ഇവിടെ എത്ര വീതമാണ് കൂടി വരുന്നത്? 5 വീതമാണ് കൂടി വരുന്നത്. അപ്പൊ അടുത്ത സംഖ്യ ഏതായിരിക്കും? 20ലോട്ട് 5 ആഡ് ചെയ്തിട്ട് ഇത് വരും 25 വരും. അത് കഴിഞ്ഞിട്ട് ഏത് വരും മക്കളെ? 30 എന്ന് വരും അല്ലേ. അപ്പം ഇതേ രീതിയിലുള്ള സംഖ്യാ പാറ്റേൺസും കൂട്ടുകാർക്ക് അടുത്ത ദിവസത്തെ എക്സാമിന് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? കലണ്ടർ കണക്ക് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു പാചകക്കുറിപ്പ് എഴുതാനായിട്ട് നമുക്ക് പറയാം. പിന്നെ വാഹനങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഗുണനവുമായി ബന്ധപ്പെട്ടുള്ള 2ന്റെയും 5ന്റെയും 10ന്റെയും ഗുണനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. പിന്നെ അതുപോലെ തന്നെ സംഖ്യാ പാറ്റേൺസും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ടീച്ചർ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലസ്രോതസ്സുകളെ കുറിച്ചിട്ടില്ലേ. അത് ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളുടെ പേരുകൾ നോക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ സന്ദർഭത്തിലാണ് അത് മലിനപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കുക കേട്ടോ. ടീച്ചർ ഇനിയും അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല, ഒരുപാട് ദിവസമായി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വരുന്നു അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും കൂട്ടുകാർ നിങ്ങളുടെ 3ാം ദിവസം എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മളൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ടീച്ചർ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. മക്കള് നാളത്തെ എക്സാമിന് പോകുന്നതിന് മുന്നേറ്റ് തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.